ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയെല്ലാമായി മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ ഇറങ്ങുവാണ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് കഫേയിലോട്ടാട്ടോ ഞാൻ പോകുന്നത്. സോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഫിയിൽ നിന്നാണ്. സോ ഞാൻ എൻ്റെ ഫേവറേറ്റ് കോഫിയായ മോക്ക വിത്ത് റാസ്ബെറി ക്രസോൺ അതാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഞാൻ അവിടുത്തെ ഒരു റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് അവരെനിക്കിതേ ക്രിസ്മസ് കാർഡും തന്നു കേട്ടോ, ഒരു ഗ്രീറ്റിംഗ് പോലെ. അതും എൻ്റെ ഡേ മോർ സ്പെഷ്യലാക്കി. അങ്ങനെ ഞാൻ എൻ്റെ കോഫിയും ക്രൊസോണും എല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കിന്ന് ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ട് പോകേണ്ടതെന്ന് ഒരു പ്ലാനുമില്ല. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് എൻ്റെ കോഫിയും ക്രൊസോണും എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അതുപോലെ ഞാൻ എന്താ ചെയ്യുക, എങ്ങോട്ട് പോകേണ്ടതെന്നുള്ള പ്ലാനിങ്ങിലാണ്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഓക്കെ എന്നാൽ ഇന്ന് കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം മേടിക്കാമെന്ന് കേട്ടോ. സോ അങ്ങനെ ഞാൻ നേരെ പോയത് TK Maxxiലോട്ടാണ്. അവിടെ ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് ഒരുപാട് സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല. ഞാൻ നേരെ പോയി സൂപ്പർ ഡ്രഗിലോട്ട്. സൂപ്പർ ഡ്രഗിൽ നിന്നാണ് ആക്ച്വലി ഞാൻ എൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം മേടിക്കുക കേട്ടോ. സോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്കൊരു സ്വഭാവമുണ്ട്. എനിക്ക് സാലറി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വേണ്ട ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ പോയി ഞാൻ ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യും. നമ്മളിവിടെ നമ്മുടെ ഫാമിലിനെ വിട്ടു നിൽക്കുന്നതും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പോയി മേടിക്കുക. അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.